ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. എല്ലാവരും ഞാനിന്ന് എന്ത് ഫുഡാണ് കഴിച്ചതെന്നുള്ളത് അറിയാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളും എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞാനും ഉണ്ട് കൂടെ. ഞാനും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഒരുപാട് എന്താ പറയുക, വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എനിക്ക് ഉഴപ്പാൻ പറ്റില്ല. കാരണം ഈ 23 ദിവസം കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റിസൾട്ട് ചോദിക്കും അല്ലേ. അപ്പോൾ അതുപോലെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ട്രിക്റ്റായിട്ട് എൻ്റെ ഡയറ്റൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ പറ്റില്ലല്ലോ. 23 ദിവസം ഞാൻ ചലഞ്ച് വിളിച്ചേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തേക്കുന്ന ഓരോരുത്തരും, അതായത് ഞാൻ എൻ്റെ കൂടെ എല്ലാ ദിവസവും വീഡിയോ ഇടണം, വ്യൂവേഴ്സ് കുറവാണെങ്കിലും പ്രശ്നമാക്കരുത്, നല്ല മോട്ടിവേറ്റ് ആവുന്നുണ്ട് ചലഞ്ച് എന്നൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ റിസൾട്ട് തിരിച്ചും ചോദിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വർക്കൗട്ടും ഡയറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് കാണിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രാവിലെ 1 കപ്പ് വെള്ളം കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് റാഗിയുടെ പുട്ടും കടലയും കുറച്ച് ഒരു 2-3 പീസ് കുക്കുമ്പറും കുറച്ച് ക്യാരറ്റുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു. ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻകറി ഉണ്ട്, പീച്ചിങ് ഒലത്തിയത്, ഒരു 4-5 കഷ്ണം കുക്കുംബർ അരിഞ്ഞത്, പിന്നെ ഒരു 2 കഷ്ണം ചിക്കൻ. അത് കറി വെച്ചേക്കണത് കുക്കറിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, സവാള എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു 3 വിസിലടിച്ച് വേവിച്ചതാണ്. അത് ആ കളറിലിരിക്കുന്നത് കേട്ടോ. വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ തന്നെ ഞാൻ ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചു. ഇന്ന് ഞാൻ വേറെ ഒന്നുമല്ല, കുറച്ച് കുമ്മട്ടിങ്ങ അരിഞ്ഞതാണ് കഴിച്ചത്. വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2.5 ലിറ്റർ വെള്ളം ഞാൻ ഈ സമയത്തോടുകൂടി കുടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ, ഞാൻ ഭക്ഷണം കഴിച്ച് വർക്കൗട്ട് ചെയ്ത് തന്നെയാണ് വെയിറ്റ് കുറച്ചതെന്നുള്ളത്. അല്ലാതെ പട്ടിണി കിടന്നിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രാവിലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. കഴിക്കുന്നതിൻ്റെ അളവൊക്കെ ഇത്തിരി കുറവാണ്, എങ്കിലും നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. വിശപ്പൊക്കെ എല്ലാവർക്കും മാറുന്നില്ലേ. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും കൊച്ചിൻ്റെ പ്ലേറ്റിലാണ് ഫുഡ് എടുക്കുന്നത്. അതാകുമ്പോൾ ചെറിയ പ്ലേറ്റാണ്, അത് നിറച്ച് നമുക്ക് ഫില്ലായി ഇരിക്കണോണ്ട് പ്ലേറ്റ് നിറച്ച് ഫുഡ് കാണുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് വയറിറയും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എപ്പോഴും ചെറിയ പാത്രത്തിൽ ഫുഡ് എടുക്കുക, അത് നിറച്ചെടുക്കുക. അല്ലാതെ വലിയ പ്ലേറ്റ് എടുത്ത് വലിയ പാത്രം നിറച്ച് ഭക്ഷണം എടുത്ത് അങ്ങനെ കഴിക്കാതിരിക്കാനായിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.